നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലയണൽ മെസ്സിയും സംഘവും നാളെ പുതിയൊരു ടൂർണമെൻറ്റിന് ഇറങ്ങുകയാണ്. ഇന്റർ മയാമി ലീഗ് കപ്പിൻ്റെ ആദ്യ മത്സരത്തിൽ സാൻ ലൂയിസുമായിട്ട് ഏറ്റുമുട്ടുന്നു. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്കാണ് ഈ കളി. മയാമിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ലൂയിസ് സുവാരസ് ആൾ മിന്നും ഫോമിലാണ്, പക്ഷേ 6 കളികളിലാണ് വിലക്ക്. ലീഗ്സ് കപ്പിൽ 6 കളികൾ വിലക്ക് എന്ന് പറഞ്ഞാൽ ഈ ടൂർണമെൻറ്റിൽ കളിക്കാനേ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സംഭവം എല്ലാവർക്കും അറിയാലോ. ഈ ലീഗ്സ് കപ്പ് എന്ന് പറഞ്ഞാൽ ലയണൽ മെസ്സി ഇന്റർ മയാമിയിലേക്ക് എത്തിയിട്ട് ആദ്യം കളിച്ച കളിയാണ്. 2023 ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്റർ മയാമി ഒരു കപ്പടിക്കുന്നതും ഈ ലീഗ്സ് കപ്പാണ് മെസ്സിയുടെ മികവിൽ. പിന്നെ കഴിഞ്ഞ തവണ ഇന്റർ മയാമി ഫൈനലിൽ എത്തിയിരുന്നു. ഫൈനലിൽ 3-0 സിയാറ്റിൽ സൗണ്ടേഴ്സ് ഇന്റർ മയാമിയെ പരാജയപ്പെടുത്തി. ആ കളി അവസാനിച്ചത് വലിയ ഉന്തിലും തള്ളിലുമൊക്കെയാണ്. അതിനിടയ്ക്ക് സുവാരസ് സിയാറ്റിൽ സൗണ്ടേഴ്സിൻ്റെ ഒരു ഒഫീഷ്യലിൻ്റെ ദേഹത്ത് തുപ്പി. പ്രശ്നമായി. ആ പ്രശ്നം അദ്ദേഹത്തിന് 6 മത്സരങ്ങളിലെ വിലക്കാണ് കൊടുത്തത്. ആ വിലക്കാണ് ഇവിടെ വർക്കാവുന്നത്. സസ്പെൻഷൻ, 6 മാച്ച് സസ്പെൻഷൻ. ദാറ്റ് മീൻസ് എൻ്റയർ 2026 ടൂർണമെൻറ്റ് അദ്ദേഹം ബാൻഡാണ്. സോ സുവാരസ് ഇല്ലാതെ കളിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഫോം നിങ്ങൾക്കറിയാലോ. ഓൺ ഫയറാണ് ലൂയിസ് സുവാരസ് ഉള്ളത്. കഴിഞ്ഞ 4 കളികളിൽ നിന്ന് മാത്രം അദ്ദേഹം 7 ഗോളുകളാണ് അടിച്ചു കൂട്ടിയിരുന്നത്. സുവാരസ് ഇല്ല. ഒപ്പം തന്നെ ജർമ്മൻ ബേട്രീമും ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കളിയിൽ ആ കൂട്ടിയിടിച്ച് പരിക്ക് പറ്റി ആംബുലൻസ് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പം കൺകഷൻ പ്രോട്ടോക്കോള് കാരണം അദ്ദേഹത്തിന് ഈ കളി കളിക്കാനും പറ്റില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ മുന്നേറ്റ നിരയിൽ ലയണൽ മെസ്സിക്കൊപ്പം ആര് കളിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇന്നലെ അവരുടെ കോച്ച് ഹൊയോസിനോട് അതിനെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹം അതിന് കൃത്യമായൊരു മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. എന്തായാലും ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മാത്യോ സിൽവറ്റിയെ സെൻട്രൽ ഫോർവേഡായിട്ട് കളിപ്പിക്കുക എന്നുള്ളതാണ്. മെസ്സിയും അതുപോലെ തന്നെ ഡാനിയൽ പിൻഡറോ അല്ലെങ്കിൽ പ്രിസ്റ്റൻ പ്ലാംബെക്കോ ഒക്കെ കൂടെ ഉണ്ടാവും. ആ രൂപത്തിലൊക്കെയാണ് സാധ്യതയുള്ളത്. എന്തായാലും മുന്നേറ്റത്തിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന കാര്യം വളരെ വ്യക്തമാണ്. ഇവിടെ ഇപ്പോൾ ഇന്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പുതിയ ടൂർണമെൻറ്റ് ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 18 ടീമുകൾ MLS നിന്നും 18 ടീമുകൾ ലിഗ MX നിന്നും വന്നുകൊണ്ടുള്ളൊരു ടൂർണമെൻറ്റാണ്. ഇന്റർ മയാമിക്ക് ഗ്രൂപ്പ് സ്റ്റേജിൽ കളിക്കേണ്ട 3 മത്സരങ്ങൾ, ആ 3 മത്സരങ്ങളും മയാമിയുടെ മൈതാനത്ത് തന്നെയാണ് എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. ആദ്യ കളി ഇതാ സാൻ ലൂയിസുമായിട്ട് നാളെ പുലർച്ചെ നടക്കുന്നു. ബുധനാഴ്ച ഇന്നാണ് കളി, നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ. പിന്നെ ശനിയാഴ്ച മോണ്ടറിയുമായിട്ട് കളിയുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഞായറാഴ്ച പുലർച്ചെ ആയിരിക്കും ആ മത്സരം എന്ന് മാത്രം. അപ്പോൾ ഞായറാഴ്ച പുലർച്ചെ 5:30 മോണ്ടറിക്കെതിരെയുള്ള കളി. അതിനുശേഷം ഗ്രൂപ്പ് സ്റ്റേജിലെ 3ാമത്തെ മത്സരം ഓഗസ്റ്റ് 13 പുലർച്ചെ 5 മണിക്ക് ലിയോണുമായിട്ടാണ്. അപ്പോൾ ഈ കളികളാണ് ഇന്റർ മയാമിക്ക് ഗ്രൂപ്പ് സ്റ്റേജിലുള്ളത്. അത് കഴിഞ്ഞ് വേണം മുന്നോട്ടേക്ക് പോകാൻ. അപ്പോൾ ഇതിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പം ഏറ്റവും ചുരുങ്ങിയത് ഇന്റർ മയാമിക്ക് ഫൈനലെങ്കിലും എത്തണം. കിരീടം മാത്രമാണ് ലക്ഷ്യം. പക്ഷേ ഫൈനലോ സെമി ഫൈനലോ എത്തിയില്ലെങ്കിൽ അതൊരു വലിയ ഡിസാസ്ട്രസ് ആയിട്ട് എന്തായാലും കണക്കാക്കപ്പെടുകയും ചെയ്യും. മയാമിയെ സംബന്ധിച്ചിടത്തോളം പോയ മത്സരങ്ങളിൽ മോശമല്ലാത്ത പെർഫോമൻസ് നടത്തിയിട്ടാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കളി സമനിലയായിപ്പോയി, 2-2 സമനില. കാസമിറോയുടെ ഓൺ ഗോളും മറ്റൊരു ഫ്രീ കിക്ക് ഗോളൊക്കെ വഴങ്ങിയിട്ട് 2-2 സമനില. മെസ്സി പക്ഷേ കഴിഞ്ഞ കളിയിൽ തിരികെ എത്തി എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. അതിന് മുമ്പുള്ള കളികളൊക്കെ തുടർച്ചയായിട്ട് വിജയിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. അതിൻ്റെ ഒരു തുടർച്ച പ്രതീക്ഷിക്കുകയും ചെയ്തു. അതേസമയം മറുഭാഗത്തുള്ള സാൻ ലൂയിസ് അത്ര ഒരു മികച്ച ഫോമിലല്ല ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത് മാത്രമല്ല, സമീപകാലത്ത് അവരുടെ ഓപ്പണിംഗ് മത്സരങ്ങളൊക്കെ അവർ പരാജയപ്പെട്ടിട്ടുണ്ട് ലീഗ്സ് കപ്പിൽ എന്നുള്ളതും കൂടി നോക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മയാമിക്ക് ഒരു നല്ല സാധ്യത നാളത്തെ കളിയിൽ പ്രതീക്ഷിക്കുന്നു. പക്ഷേ മുന്നേറ്റത്തിൽ സുവാരസിനെ അവർ മിസ് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അല്ലൻ്റെ ഒഴികെ ബാക്കി എല്ലാവരും ഇന്നലെ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. അതേസമയം ബെർത്രമിൻ്റെ കാര്യം നമുക്കറിയാലോ, അദ്ദേഹം ഇന്ന് കളിക്കാനുള്ള സാധ്യതയില്ല. ലൂയിസ് സുവാരസ് ആബ്സെൻറ്റുമാണ്. ബാക്കി എല്ലാവരും അവൈലബിൾ ആണ്. സോ വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നാളെ പുലർച്ചെ 5 മണിക്കാണ് ലയണൽ മെസ്സിയും സംഘവും ലീഗ്സ് കപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിന് ഇറങ്ങുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.